ഈ വർഷം ആദ്യമാണ് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു യുദ്ധമുണ്ടായത്. ആ യുദ്ധത്തിൽ ഇറാൻ ഈ ഗൾഫ് മേഖലയിലടക്കം തന്നെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടത്തി. അതിൽ ഖത്തറിലടക്കം ഇറാന്റെ ഒരു ആക്രമണം ഉണ്ടായിരുന്നു. ആ ആക്രമണത്തിൽ പ്രവർത്തനങ്ങളെല്ലാം തന്നെ അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളും തടസ്സപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളുണ്ടായി. അങ്ങനെ തൊഴിലാളികളെല്ലാം തന്നെ കൂട്ടമായി ഒരു സുരക്ഷിതമായ ഒരു സ്ഥാനത്തേക്ക് പോയി. അങ്ങനെ ഇപ്പോൾ ഒരു കരാർ പ്രകാരം അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം നിർത്തിവച്ചിരിക്കുന്നു. ഇനിയൊരു യുദ്ധത്തിലേക്ക് പോകില്ല എന്ന് ആ ഒരു കരാറിൽ ഒപ്പിട്ടിരിക്കുന്നു. നിലവിൽ ആ യുദ്ധമെല്ലാം കഴിഞ്ഞതിന് ശേഷം തൊഴിലാളികൾ വീണ്ടും പണിക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ ഒരു ദുഃഖകരമായ വാർത്തയാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി പുറത്തേക്ക് വന്നത്. അതായത് ഖത്തറിലെ റാസ് ലഫാൻ ദ്രവീകൃത പ്രകൃതിവാതക സമുച്ചയത്തിലുണ്ടായ സ്ഫോടനത്തിൽ നിരവധി ഇന്ത്യക്കാർ ഉൾപ്പെടെ 15 പേർ കൊല്ലപ്പെടുകയും 66 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന ദുഃഖകരമായ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. രാജ്യത്തെ പ്രധാന LNG ഉൽപാദന കയറ്റുമതി കേന്ദ്രമായ റാസ് ലഫാൻ വ്യവസായിക നഗരത്തിന്റെ ഭാഗമായ ബർസാനിലെ പ്രാദേശിക വാതക വിതരണ കേന്ദ്രത്തിലുണ്ടായ ഒരു സാങ്കേതിക അപകടം എന്നാണ് ഖത്തർ അധികൃതർ ഈ സംഭവത്തെ വിശേഷിപ്പിക്കുന്നത്. ഗൾഫ് മേഖലയിൽ ഉടനീളമുള്ള ഊർജ്ജ കയറ്റുമതിയെ സാരമായി ബാധിച്ച ഇറാൻ യുദ്ധകാലത്ത് തകർന്ന പ്ലാന്റുകളിലെ ഉൽപാദനവും അതോടൊപ്പം തന്നെ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്കിടെയാണ് സ്ഫോടനമുണ്ടായത്. 13 പേർ മരിച്ചതായും 66 പേർക്ക് പരിക്കേറ്റതായും ഖത്തർ ഊർജ്ജ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്.